എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. അപ്പോൾ നമ്മൾ ഓണം സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഓണവിഭവം എന്ന് പറയുന്നത് കാളനാണ്. ഓണസദ്യയിലായാലും അതുപോലെ കല്യാണ സദ്യകൾക്കായാലും എപ്പോഴും കാളൻ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ആ രീതിയിലുള്ള കാളൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ കാളന് വേണ്ടിയിട്ട് നമ്മളിവിടെ പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നേന്ത്രക്കായും അതുപോലെ തന്നെ ചേനയാണ് നമ്മൾ കാളന് ഉപയോഗിക്കുക. ഒരു നേന്ത്രക്കായുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് തൊലി കളഞ്ഞ് നടുകീറി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ചേന അതെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ഇതൊരു 3-4 ആൾക്ക് സദ്യക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചു. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഒരു 2 മുതൽ 2.5 ടീസ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ചേനയും കായും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. വെള്ളം വറ്റിച്ച് എടുക്കണം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് വെന്ത ശേഷമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ നന്നായിട്ട് തിളച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3/4 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അത്യാവശ്യം എരിവുള്ള മുളകാണ്, അപ്പോൾ 2 എണ്ണം മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഈ അരയുന്നതിലാണ് നമ്മളുടെ കുറുക്ക് കാളൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ വേണം, നല്ല കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ചേനയും കായും വേവിക്കാൻ വെച്ചത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വെന്ത ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചേനയത്തെയും കായത്തെയും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള പുളിയുള്ള തൈരാണ് ഒഴിക്കുന്നത്. നല്ല കട്ടി തൈര് തന്നെ വേണം. മോര് ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. നല്ല കട്ടിയുള്ള തൈര് തന്നെ ഒഴിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സാധാരണ പലരും കാളനിൽ തൈര് ഒഴിച്ചിട്ട് തൈര് വേവിക്കില്ല. പക്ഷേ നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. തൈരിൽ കടന്നിട്ട് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വരണം. തൈര് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കായും ചേനയൊക്കെ നന്നായിട്ട് തൈരൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയിൽ ഒരു ചമ്മന്തിയൊക്കെ പോലുള്ള അങ്ങനെ സദ്യയിൽ കിട്ടുന്ന അതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല കട്ടിയാവണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെള്ളം വറ്റിച്ച ശേഷം അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ വറുത്ത് പൊടിച്ചതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് വറുത്തിടാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയ്ക്ക് പകരം നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ടെല്ലാം നന്നായിട്ട് വറുത്ത ശേഷം നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കാളനിലേക്ക് നമ്മൾ ഈ വറുത്ത വറ്റൽമുളകും കടുകെല്ലാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് ശരിക്കും നിങ്ങൾക്ക് സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത ഓണവിഭവമായിട്ട് അടുത്ത ദിവസം കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്